നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോയിൽ നമ്മൾ കാണുന്നത് 2025 ഏപ്രിൽ 21 മുതൽ 27 വരെയുള്ള ദിവസത്തെ ആഴ്ചഫലമാണ്. മറ്റുള്ളവർക്കൊപ്പം സഹകരിച്ച് മുന്നേറേണ്ട ഒരു ആഴ്ചയാണിത്. നക്ഷത്രചക്രത്തിൽ ചന്ദ്രൻ കുംഭരാശിയിലായി പലരുടെയും ചിന്തകളിലും പ്രായോഗികതയിലും സാമൂഹ്യ മാധ്യമ പ്രവർത്തനങ്ങളിലും ഊർജ്ജസ്വലതയും ഉണ്ടാക്കും. ചിലർക്ക് ധനലാഭ സാധ്യതയുണ്ടാക്കും, ചിലർക്ക് ശ്രദ്ധാപൂർവമായ തീരുമാനങ്ങളും എടുക്കേണ്ട സമയമാണ്. രാശിചക്രത്തിലെ ആകാശവാതിലുകളിൽ വൻ മാറ്റങ്ങൾ, ചിന്തകൾ, പ്രവർത്തന ശൈലിയും ഒക്കെ ഇത് ബാധിക്കുന്നതാണ്. ഓരോ നക്ഷത്രക്കാരുടെയും ഈ ആഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. അശ്വതി നാളുകാരുടെ ഈ ആഴ്ചത്തെ ഫലം: പ്രണയത്തിലും ആത്മവിശ്വാസത്തിലും ബലം നൽകുന്നു. പഴയ പിണക്കങ്ങൾ തീരാൻ സാധ്യതയുണ്ട്. ചിലർക്ക് പുതിയ ബന്ധങ്ങൾ തുടങ്ങാനുള്ള സാധ്യതയുമുണ്ട്. തൊഴിലിൽ, ജോലിയിലെ ബാധ്യതകൾക്ക് അധിക സമ്മർദ്ദം ഉണ്ടാകില്ല. പുതിയ ഓഫറുകളും ചിന്തിക്കാം. ധനത്തിൻ്റെ കാര്യത്തിൽ ചെറുകിട വരുമാനങ്ങൾ നടക്കും. ചിലവ് നിയന്ത്രിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്. ആരോഗ്യപരമായി നോക്കുമ്പോൾ സാമാന്യമായ ഊർജ്ജതലം ഉള്ളതായി കാണുന്നു. വെള്ളം കൂടുതലായി കുടിക്കുക, അമിതമായി ജോലിഭാരം ഇല്ലാതാക്കുക. അശ്വതി നക്ഷത്രക്കാർക്ക് ശുഭസമയമായി പറയുന്നത് രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെയുള്ള സമയമാണ്. ശുഭനിറം ചുവപ്പാണ്. ശുഭദിശ കിഴക്കുമാണ്. ഇനി ഭരണി നക്ഷത്രത്തിൻ്റെ നോക്കാം. ഭരണി നക്ഷത്രക്കാരുടെ തൊഴിൽ ഫലമായി നോക്കുമ്പോൾ ജോലി സ്ഥലത്ത് പ്രശംസ കിട്ടും. സെൻസിറ്റീവ് വിഷയങ്ങളിൽ സൂക്ഷിക്കുകയും വേണം. പണകാര്യമാണെങ്കിൽ വൈകാതെ തീരുമാനമെടുക്കുക. പ്രണയത്തിൽ നോക്കുമ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് ബന്ധങ്ങളിൽ പുത്തൻ ഊർജ്ജം ലഭിക്കും. പണം സംബന്ധിച്ച ചർച്ചകൾ ശാന്തമായി നടത്തുക. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ചെറുതായും പക്ഷേ തുടർച്ചയായും വയറിളക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക. ഭരണി നക്ഷത്രക്കാർക്ക് ശുഭസമയമായി പറയുന്നത് ഉച്ചയ്ക്ക് 1 മണി മുതൽ 2:30 വരെയുള്ള സമയമാണ്. ശുഭനിറം വെള്ളയാണ്. ശുഭദിശ വടക്കാണ്. അടുത്തത് കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാരുടെ ആരോഗ്യമാണ് ആദ്യം. ശരീരാസ്വസ്ഥതകൾ കുറയുന്ന സമയമാണ്. മതിയായ വിശ്രമം എടുക്കുക. പ്രണയത്തിൻ്റെ കാര്യത്തിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ഓർമ്മകളിൽ പഴയ സുഹൃത്തുക്കൾ വരാം. ചെറിയ ശല്യങ്ങൾ ഒഴിവാക്കേണ്ടത് ഉചിതമായിരിക്കും. തൊഴിലിൽ നവീന ആശയങ്ങൾക്ക് അംഗീകാരം കിട്ടും. പുതിയ പദ്ധതികൾ തുടക്കമിടാനാകും. ധനത്തിൻ്റെ കാര്യത്തിൽ നിക്ഷേപങ്ങളിൽ ബുദ്ധിപൂർവ്വം തീരുമാനമെടുക്കുക. വിഡ്ഢിത്തര ചെലവുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. കാർത്തിക നക്ഷത്രക്കാരുടെ ശുഭസമയം വൈകിട്ട് 4 മുതൽ 5 വരെയുള്ള സമയമാണ്. ശുഭനിറം നീലയാണ്. ശുഭദിശ തെക്കാണ്. ഇനി രോഹിണി നക്ഷത്രം. രോഹിണിക്കാർക്ക് പ്രണയത്തിൽ അതിരുകൾ പാലിക്കുക. പുതിയ ബന്ധങ്ങളിൽ ആഗ്രഹം വേണം, എന്നാൽ അശ്രദ്ധ അരുത്. തൊഴിലിൻ്റെ കാര്യത്തിൽ സീനിയർമാരുടെ പിന്തുണ ലഭിക്കും. പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഉണ്ടാകും. ധനപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ അപ്രതീക്ഷിതമായി ചെറുകിട വരുമാനങ്ങൾ ലഭിക്കും. ആരോഗ്യം സാധാരണ നിലയിലായിരിക്കും. ഒരു ശ്രദ്ധയോടുള്ള വ്യായാമം അനുയോജ്യമായ സമയമാണ്. രോഹിണി നക്ഷത്രക്കാരുടെ ശുഭസമയമായി കാണുന്നത് രാവിലെ 9 മുതൽ 10 വരെയുള്ള സമയമാണ്. ശുഭനിറം മഞ്ഞയാണ്. ശുഭദിശ പടിഞ്ഞാറാണ്. മകയിര നക്ഷത്രക്കാരാണ് അടുത്തത്. അവരുടെ പ്രണയത്തിൻ്റെ കാര്യത്തിൽ ആശയവിനിമയത്തിലൂടെ ബന്ധങ്ങൾ മെച്ചപ്പെടും. നേരിട്ട് സംസാരിക്കുന്നതാണ് നല്ലത്. തൊഴിലിൽ നീണ്ടു നിൽക്കുന്ന സംശയങ്ങൾക്ക് പരിഹാരം ലഭിക്കും. കൂട്ടുപ്രവർത്തനം ഗുണപ്രദമാവുകയും ചെയ്യും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വെറുപ്പ് മൂലമുള്ള സമ്മർദ്ദം കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. ധനപരമായ കാര്യങ്ങളിൽ ചെറുകിട നിക്ഷേപങ്ങൾ അനുകൂലമായ ഫലങ്ങൾ നൽകുകയും ചെയ്യും. ശുഭസമയമായി കാണുന്നത് വൈകിട്ട് 6:30 മുതൽ 8 വരെയുള്ള സമയമാണ്. ശുഭനിറം തവിട്ടാണ്. ശുഭദിശ വടക്കു കിഴക്ക്. തിരുവാതിര നക്ഷത്രക്കാരാണ് അടുത്തത്. തിരുവാതിര നക്ഷത്രക്കാരുടെ ജോലിയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾക്ക് മുൻഗണന കൊടുക്കേണ്ടതാണ്. നയം മാറി മാറി വരാം. പ്രണയത്തിൽ തീരാത്ത തർക്കങ്ങൾ ഒഴിവാക്കുക. ബന്ധങ്ങളിൽ ക്ഷമയും സഹിഷ്ണുതയും വളർത്തുക. ധനത്തിൽ വിലക്കയറ്റം കൊണ്ടുള്ള ചെലവുകൾ കൂടുതലാകും. പണസാധനങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യം നോക്കുമ്പോൾ നിദ്രക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബുദ്ധിപൂർവ്വം വിശ്രമമെടുക്കുക. തിരുവാതിര നക്ഷത്രക്കാരുടെ ശുഭസമയം രാവിലെ 7 മുതൽ 8:30 വരെയാണ്. ശുഭനിറം പച്ചയാണ്. ശുഭദിശ കിഴക്ക് വടക്കാണ്. പുണർദം നക്ഷത്രക്കാരെ നോക്കുമ്പോൾ പുതിയതായി ബന്ധങ്ങൾ ആരംഭിക്കാനുള്ള സമയമാണ്. വ്യക്തിത്വം വിലയിരുത്തുന്നത് അനിവാര്യ ഘടകമാണ്. തൊഴിലിൽ പുതിയ ദിശകൾ ആലോചിക്കാൻ സാധിക്കും. മുന്നോട്ടു പോകാൻ വലിയ അവസരങ്ങളുണ്ടാകും. ധനകാര്യം നോക്കുമ്പോൾ ചെറിയ വാണിജ്യ ഇടപാടുകൾക്ക് അനുകൂലമായ സമയമാണ്. ആരോഗ്യകാര്യത്തിൽ സൂര്യതാപം കാരണം ശരീരത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം.
ഇതിനുള്ള മുൻകരുതലുകൾ എടുക്കുക. ശുഭനിറം വെള്ളയാണ്. ശുഭദിശ കിഴക്കു പടിഞ്ഞാറ്. പൂയം നക്ഷത്രക്കാർക്ക് ആരോഗ്യകാര്യത്തിൽ ശരീരത്തിലുണ്ടായ ചെറുതും എന്നാൽ പതിവായ വിഷമങ്ങൾ ഉണ്ടാകും, ശ്രദ്ധിക്കുക. തൊഴിലിൽ നല്ല കൂട്ടായ്മയ്ക്ക് തുടക്കം ലഭിക്കും. മികച്ച പങ്കാളിത്തവും ഉണ്ടാകും. ധനകാര്യത്തിൽ നിക്ഷേപങ്ങൾക്ക് എതിരായ സമയമാണ്, എന്നാൽ സങ്കലനങ്ങളിൽ ശരിയായ പാത കണ്ടെത്താൻ കഴിയും. കുടുംബകാര്യത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പരിമിതികൾ ഉണ്ടായേക്കാം. ആശയവിനിമയം പ്രാധാന്യമാണ്. പൂയം നക്ഷത്രക്കാർക്ക് ശുഭസമയമെന്ന് പറയുന്നത് രാവിലെ 6:30 മുതൽ 8 വരെയാണ്. ശുഭനിറം ഓറഞ്ച്. ശുഭദിശ വടക്കു പടിഞ്ഞാറ്. ആയില്യം നക്ഷത്രക്കാരുടെ പ്രണയം ഇരുവരുടെയും നിലപാടുകൾ വ്യക്തമാക്കി തരും. ചിലപ്പോൾ അവിശ്വസ്തതകൾ ഉണ്ടാകാം. തൊഴിലിൽ പ്രവൃത്തി സുഗമമായിരിക്കില്ല. സൂക്ഷ്മമായ തീരുമാനങ്ങൾ എടുക്കുക. ധനകാര്യത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും, എങ്കിലും വ്യവസ്ഥിതമായ പ്രവർത്തനങ്ങൾ ഉപകാരപ്പെടും. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നോക്കുക. ശുഭസമയമായി പറയുന്നത് ഉച്ചയ്ക്ക് 12 മുതൽ 1 മണി വരെയാണ്. ശുഭനിറം നീലയാണ്. ശുഭദിശ പടിഞ്ഞാറാണ്. മകൻ നക്ഷത്രക്കാർക്ക് തൊഴിലിലും വിദ്യാഭ്യാസത്തിലും നേതൃത്വശേഷി പ്രദർശിപ്പിക്കാം. പ്രശസ്തി വർദ്ധിക്കുകയും ചെയ്യും. ആരോഗ്യകാര്യത്തിൽ ശരീരത്തിന് വിശ്രമം നൽകാൻ ശ്രദ്ധിക്കുക. സ്നേഹബന്ധത്തിൽ പങ്കാളിയുമായി ആഘോഷങ്ങൾ പങ്കുവയ്ക്കുക. ധനപരമായി ലക്ഷ്യമിട്ട സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങേണ്ടതാണ്. സൃഷ്ടിപരമായ ആവശ്യങ്ങൾക്കായി സമയം മാറ്റിവെക്കുക. ശുഭനിറം നീലയാണ്. ശുഭസമയമായി കാണുന്നത് രാവിലെ 8 മുതൽ 12 വരെയാണ്. പൂരം നക്ഷത്രക്കാരുടെ പ്രണയം ഇരുവരുടെയും വീട്ടുകാരുടെ നിലപാടുകൾ വ്യക്തമാക്കുക. ചിലപ്പോൾ അവിശ്വാസ്യതകൾ ഉണ്ടാകും. തൊഴിൽപരമായി നോക്കുമ്പോൾ പ്രവൃത്തി സുഗമമായിരിക്കുകയില്ല. ധനകാര്യത്തിൽ ചെറിയ വാണിജ്യ ഇടപാടുകൾക്ക് അനുകൂലമായ സമയമായിട്ടാണ് കാണുന്നത്. ആരോഗ്യം ഊർജ്ജസ്വലമായിരിക്കും, എന്നാൽ ചെറിയ ചില തട്ടുമുട്ടലുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. ശുഭസമയം ഉച്ചയ്ക്ക് 12 മുതൽ 1:30 വരെയാണ്. ശുഭനിറം മഞ്ഞയാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് ജോലിയിൽ മാറ്റമുണ്ടാകും. പ്രചോദനമേറിയ അവസരങ്ങൾ തേടുക. പ്രണയത്തിൽ വിവാദങ്ങളിൽ നിന്ന് മടക്കം ചെയ്യേണ്ട സമയമാണ്. നല്ലവർക്കൊപ്പം സമയം ചെലവിടുക. ധനകാര്യം നോക്കുമ്പോൾ പണം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ഉയർന്ന വരുമാനങ്ങൾ ഇല്ലായ്മ കാണിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുക. ബോധ്യം പുലർത്തുക. ശുഭസമയം വൈകിട്ട് 3 മുതൽ 4 വരെയാണ്. ശുഭനിറം പിങ്കാണ്. ശുഭദിശ കിഴക്കു പടിഞ്ഞാറ്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. ഈ ആഴ്ച തൊഴിലിൽ നവീകരണത്തിനും അവസരത്തിനും ചുവട് വയ്ക്കാനുള്ള നല്ല സമയമാണ്. ധനകാര്യത്തിൽ നിക്ഷേപങ്ങൾ വേഗത്തിൽ പലിശ നൽകുകയും ചെയ്യും. ആരോഗ്യം നോക്കുമ്പോൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. പ്രണയവും കുടുംബവും നോക്കുമ്പോൾ പ്രണയത്തിൽ ഏർപ്പെട്ടവർക്ക് പുതിയ തലത്തിലേക്ക് കടക്കും. നേരിട്ട് ആശയവിനിമയം ഉചിതമാക്കുക. ശുഭസമയമായി കാണുന്നത് ഉച്ചയ്ക്ക് 12:30 മുതൽ 2 വരെയാണ്. ശുഭനിറം കറുപ്പാണ്. ശുഭദിശ പടിഞ്ഞാറാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് പുതിയ ബന്ധങ്ങൾ ആരംഭിക്കാൻ അനുകൂലമായ സമയമാണ്. ചിന്തകളിൽ ശാന്തി ലഭിക്കുകയും ചെയ്യും. തൊഴിലിൽ ജോലിയിൽ നിന്നുള്ള നല്ല മുന്നേറ്റങ്ങൾ ലഭിക്കും. സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾക്കായി സമയം കണ്ടെത്തുക. ധനകാര്യത്തിൽ പ്രമുഖ ധനസഹായങ്ങൾ നേടാൻ പറ്റും. ആരോഗ്യത്തിൽ സ്ഥിതി പൊതുവെ മെച്ചമായിരിക്കും. ശുഭസമയം 2:30 മുതൽ 4 വരെയാണ്. ശുഭനിറം പച്ചയാണ്. ശുഭദിശ തെക്കാണ്. അടുത്തത് ചോതി നക്ഷത്രമാണ്. ധനകാര്യത്തിൽ പലിശ ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. പ്രണയത്തിൽ പുതുതും വ്യത്യസ്തവുമായ അനുഭവങ്ങൾക്കായി ഒരുങ്ങുക. ശുഭസമയം 9:30 മുതൽ 11 വരെയുള്ള സമയമാണ്. ശുഭനിറം പച്ചയാണ്. ശുഭദിശ വടക്കാണ്. അടുത്തത് വിശാഖ നക്ഷത്രമാണ്. വിശാഖം നാളുകാർക്ക് തൊഴിലിൽ പ്രതിഫലങ്ങൾ ശക്തമായി ഉയരും. പ്രണയകാര്യത്തിൽ വ്യക്തിത്വം കൂടുതൽ സജ്ജീകരിക്കാൻ നല്ല സമയമാണ്. ധനകാര്യത്തിൽ വിപണിയിൽ നല്ല നേട്ടങ്ങളുണ്ടാകും. ആരോഗ്യത്തിൽ വൈദ്യരുടെ ഉപദേശങ്ങൾ പ്രധാനമായി കാണുക. ശുഭസമയമായി പറയുന്നത് 6 PM മുതൽ 7:30 PM വരെയാണ്. ശുഭനിറം ചുവപ്പ്. ശുഭദിശ തെക്കാണ്. അനിഴ നക്ഷത്രക്കാർക്ക് തൊഴിലിൽ നവീന ആശയങ്ങൾ സ്വീകരിക്കാനുള്ള സമയമാണ്. ആരോഗ്യകാര്യത്തിൽ അനുകൂല സമയമായിട്ടാണ് കാണുന്നത്. ധനത്തിൻ്റെ കാര്യത്തിൽ അവസാനമായ നേട്ടം സ്വന്തമാക്കാനുള്ള സാധ്യതയുണ്ട്. പ്രണയത്തിൽ വളരെ സമന്വിതമായ ബന്ധങ്ങൾക്ക് അവസരങ്ങളുണ്ട്. ശുഭസമയമായി കാണുന്നത് 4 PM മുതൽ 5:30 PM വരെയാണ്. ശുഭനിറം പച്ചയാണ്. ശുഭദിശ തെക്കാണ്. അടുത്തത് തൃക്കേട്ടയാണ്. തൃക്കേട്ടക്കാർ ധനമുണ്ടാക്കാൻ പുത്തൻ മാർഗങ്ങൾ കണ്ടെത്തും. ആരോഗ്യകാര്യത്തിൽ വാഹന അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ ആശയവിനിമയത്തിൽ പങ്കാളികളുടെ അന്ത്യോദയത്തിന് സാധ്യതയുണ്ട്. തൊഴിലിൽ ശ്രദ്ധാപൂർവം പ്രയാസങ്ങൾ നേരിടേണ്ടതാണ്.
ശുഭസമയമായി പറയുന്നത് 5:30 PM മുതൽ 7 PM വരെ. ശുഭനിറം നീലയാണ്. ശുഭദിശ വടക്കു കിഴക്ക്. മൂലം നാളുകാർക്ക് പുതുതായി തൊഴിൽ ലഭിക്കാനുള്ള അവസരങ്ങളുണ്ട്. അക്കൗണ്ടിങ്ങിൽ സുതാര്യത കൂടുതലായിരിക്കും. ആരോഗ്യത്തിൽ ദൈനംദിന ആരോഗ്യശേഷി വർദ്ധിച്ചു വരും. നല്ല സമീപനങ്ങൾ സ്വീകരിക്കുമ്പോൾ ബന്ധങ്ങൾ കൂടുതൽ ശക്തമായിരിക്കും. ശുഭസമയം 2 PM മുതൽ 3 PM വരെ. ശുഭനിറം ഓറഞ്ച്. ശുഭദിശ പടിഞ്ഞാറാണ്. ഊരാടൻ നാളുകാർക്ക് തൊഴിൽ രംഗത്ത് പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാൻ ഉചിതമായ സമയമായി കാണുന്നു. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തുക. ധനകാര്യത്തിൽ നിക്ഷേപങ്ങളിൽ ജാഗ്രത പാലിക്കുക. പുതിയ സാമ്പത്തിക പദ്ധതികൾ ആരംഭിക്കുന്നതിന് മുമ്പ് വിശദമായ പഠനം നടത്തുക. ആരോഗ്യകാര്യത്തിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗയും ധ്യാനവും പ്രയോജനപ്പെടുത്തുക. ശുഭസമയം 9 AM മുതൽ 11 AM വരെ. ശുഭനിറം കറുപ്പാണ്. ശുഭദിശ വടക്ക്. ഉത്രാടം നക്ഷത്രക്കാർക്ക് പ്രണയത്തിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ സമതുലിതമായ സമീപനം ആവശ്യമാണ്. അനാവശ്യമായ വാക്കുകൾ ഒഴിവാക്കി സഹനത്തോടെ സംസാരിക്കുക. പുതിയ ബന്ധങ്ങൾ ആരംഭിക്കാൻ ഈ ആഴ്ച അനുയോജ്യമാണ്. തൊഴിൽ രംഗത്ത് പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാൻ നല്ല സമയമാണ്. നേതൃത്വ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ അവസരം ലഭിക്കും. അപ്രതീക്ഷിത ചിലവുകൾക്ക് തയ്യാറായിരിക്കുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഒരു യാത്ര പോവുക. സമയം 11:56 AM മുതൽ 12:45 PM വരെ. ശുഭനിറം മഞ്ഞയാണ്. ശുഭദിശ വടക്ക്. തിരുവോണം നാളുകാർക്ക് തൊഴിലിൽ നിലവിലെ സാഹചര്യങ്ങൾ അനുകൂലമായാണ് കാണുന്നത്. പ്രണയത്തിൽ പുതിയ ബന്ധങ്ങൾ മുന്നോട്ട് പോകാൻ സാധ്യത കാണുന്നുണ്ട്. ധനകാര്യത്തിൽ ദൃഢമായ മാർഗങ്ങൾ തെളിഞ്ഞു വരും. ആരോഗ്യം പൊതുവെ സമ്മിശ്രമാണ്. അതായത് ചെറിയ തലവേദനയോ പനിയോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശുഭസമയം 7:30 AM മുതൽ 9 AM വരെയാണ്. ശുഭനിറം മഞ്ഞയാണ്. ശുഭദിശ വടക്ക് വശമാണ്. അവിട്ടം നാളുകാർക്ക് ഈ ആഴ്ചത്തെ ഫലം പറയുന്നത് നിങ്ങളുടെ പരിശ്രമങ്ങളിൽ നിങ്ങൾ കൊണ്ടുവരുന്ന സ്ഥിരതയെ ആദരിക്കുന്ന ഒരു ദിവസമാണിത്. തൊഴിലിൽ നിങ്ങളുടെ സൃഷ്ടിപരമായ വശം പ്രകടിപ്പിക്കുക. അത് നിങ്ങളുടെ ധനസ്ഥിതി കൂടാൻ അനുവദിക്കും. നിങ്ങളുടെ ചുറ്റുമുള്ളവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. ചതയ നക്ഷത്രക്കാർക്ക് തൊഴിലും സാമ്പത്തികമായി നോക്കുമ്പോൾ കാര്യവിജയവും അംഗീകാരവും ലഭിക്കും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കും. പ്രോജക്റ്റുകൾ പൂർത്തിയാക്കാനോ പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനോ അനുകൂലമായ സമയമാണ്. ധനകാര്യത്തിൽ അപ്രതീക്ഷിത വരുമാനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിക്ഷേപങ്ങൾ ലാഭകരമാകും. ശാരീരികവും മാനസികവുമായ ആരോഗ്യം സുസ്ഥിരമായാണ് കാണുന്നത്. എന്നാൽ ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഭക്ഷണക്രമം പാലിക്കുക. സ്നേഹബന്ധവും കുടുംബജീവിതവും. ദാമ്പത്യ ഐക്യമുണ്ടാകും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. ബന്ധുക്കളുമായി സന്തോഷമായി സമയം ചിലവഴിക്കും. ബുധൻ്റെ സ്വാധീനം. ചതയ നക്ഷത്രത്തിൽ ബുധൻ സ്ഥിതി ചെയ്യുന്നത് ബുദ്ധിശക്തിയും ആശയവിനിമയ കഴിവും വർദ്ധിപ്പിക്കുന്നു. ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ദാനം ചെയ്യുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കും. ശുഭസമയം 10 AM മുതൽ 11:30 വരെയാണ്. ശുഭനിറം പിങ്ക്. ശുഭദിശ തെക്കുകിഴക്ക്. പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ഭൂമി ദിവസത്തിൻ്റെ പ്രത്യേക സ്വാധീനവും ഗ്രഹസ്ഥിതികളുടെ സംയോജനവും കാര്യക്ഷമമായ ഫലങ്ങൾ നൽകുന്നു. തൊഴിലും വിദ്യാഭ്യാസവും നോക്കുമ്പോൾ പുതിയ സാങ്കേതിക പദ്ധതികൾ സ്വന്തം ആവശ്യങ്ങൾക്കായി ഡിജിറ്റൽ ടാളുകൾ ഉപയോഗിച്ച് കാര്യക്ഷമത വർദ്ധിപ്പിക്കും. ആരോഗ്യത്തിൽ അമിതമായ പ്രവർത്തനം മൂലം ശരീരം ക്ഷീണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സ്നേഹബന്ധങ്ങളും കുടുംബജീവിതവും നോക്കുമ്പോൾ പുതിയ ബന്ധങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയോ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെയോ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. കുടുംബാംഗങ്ങളുമായി സംവാദങ്ങൾ സൗഹൃദപരമായി നടത്തുക. ധനസ്ഥിതി നോക്കുമ്പോൾ അപ്രതീക്ഷിത വരുമാനങ്ങൾ പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലഭിക്കാനിടയുണ്ട്. അമിതമായ ചിലവുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സാമ്പത്തിക സ്ഥിരതയും സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളും അനുകൂലമായാണ് കാണുന്നത്. 11:56 AM മുതൽ 12:45 വരെ ശുഭസമയമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സൂര്യൻ മേടത്തിലും ശുക്രൻ മിഥുനത്തിലുമായി സഞ്ചരിക്കുന്ന സമയമാണ്. തൊഴിലും വിദ്യാഭ്യാസപരവുമായി നോക്കുമ്പോൾ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ ദിവസമാണ്. കല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ പ്രതിഭ പ്രകടിപ്പിക്കാനാകും. വിദ്യാർത്ഥികൾക്ക് സ്പിരിച്വൽ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി സഹകരണം വർദ്ധിപ്പിക്കുക. ആരോഗ്യപരമായി മാനസിക ശാന്തി പരിരക്ഷിക്കാൻ ധ്യാനം അല്ലെങ്കിൽ യോഗ അഭ്യസിക്കുക. ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ലഘുഭക്ഷണം കഴിക്കേണ്ടതാണ്. സ്നേഹവും കുടുംബബന്ധവും നോക്കുമ്പോൾ പങ്കാളിയുമായി ആഴത്തിലുള്ള സംവാദങ്ങൾ നടത്താനുള്ള അനുകൂല സമയമാണ്. ധനസ്ഥിതി. സാമ്പത്തിക തീരുമാനങ്ങൾ ദീർഘകാല ലക്ഷ്യങ്ങൾ കണക്കിലെടുത്ത് നടപ്പാക്കുക. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കി ബജറ്റ് പാലിക്കുക. ദിവസത്തിൻ്റെ രണ്ടാം പകുതിയിൽ വൈകിട്ട് 5 മണിക്ക് ശേഷം ചെറിയ തർക്കങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ശുഭസമയം 3:30 AM മുതൽ 5 AM വരെയാണ്. ശുഭനിറം മഞ്ഞ. ശുഭദിശ കിഴക്കു പടിഞ്ഞാറ്.
ഇനി രേവതി നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ ഫലം നോക്കാം. രേവതി മീനൻ രാശി. പ്രധാന ഗ്രഹസ്ഥിതി: ചന്ദ്രൻ കുംഭരാശിയിൽ, സൂര്യൻ മേടത്തിൽ, ശുക്രൻ മിഥുനത്തിലുമായാണ് സഞ്ചരിക്കുന്നത്. തൊഴിൽ വിദ്യാഭ്യാസപരമായി നോക്കുമ്പോൾ പുതിയ പദ്ധതികൾ ആരംഭിക്കാനുള്ള അനുകൂല സമയമായാണ് കാണുന്നത്. ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നത് പ്രൊഫഷണൽ മേഖലയിൽ അംഗീകാരം നൽകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് തോന്നാം. സമയപരിപാടി തയ്യാറാക്കി പിന്തുടരാൻ ശ്രമിക്കുക. ജോലിയിൽ സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ശാരീരിക ആരോഗ്യം സുസ്ഥിരമാണെങ്കിലും മാനസിക ക്ഷീണം അനുഭവപ്പെടാം. യോഗ പരിശീലിക്കുന്നത് നല്ലതായിരിക്കും. കുടുംബജീവിതം: കുടുംബാംഗങ്ങളുമായി സന്തോഷമായി സമയം ചെലവഴിക്കാനുള്ള അവസരമുണ്ട്. പങ്കാളിയുമായുള്ള ആഴത്തിലുള്ള സംവാദങ്ങൾ ബന്ധം ശക്തിപ്പെടുത്തും. പുതിയ ബന്ധങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും തിരക്കിൽ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ധനസ്ഥിതി നോക്കുമ്പോൾ നിക്ഷേപങ്ങളിൽ ജാഗ്രത പാലിക്കുക. ഹ്രസ്വകാല ലാഭങ്ങളെക്കാൾ ദീർഘകാല സുരക്ഷിതത്വം തിരയുക. അപ്രതീക്ഷിത ചെലവുകൾക്ക് തയ്യാറാവുക. ബജറ്റ് പ്ലാൻ ചെയ്ത് ചെലവ് നിയന്ത്രിക്കുക. ഈ ദിവസം രേവതി നക്ഷത്രക്കാർക്ക് സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യപരമായ പ്രവർത്തനങ്ങൾക്കും അനുകൂലമാണ്. ഒരു മികച്ച പരീക്ഷണ ദിനമാണ് ഇന്ന്. ചിലർക്ക് വലിയ മുന്നേറ്റം, ചിലർക്ക് സ്വതന്ത്ര ചിന്തകളുടെ ദിനം, ചിലർക്ക് ആശയവിനിമയവും ധനകാര്യവുമായ സംരക്ഷണവും ലഭിക്കും. ശ്രദ്ധയോടെ, കരുതലോടെ, ആത്മവിശ്വാസത്തോടെ മുന്നേറുക.